നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അരി ഒന്ന് വേവിച്ചെടുക്കണം. ബാസ്മതി റൈസ് 2 കപ്പാണ്, 240 ml 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരു 3-4 പ്രാവശ്യം നല്ല പോലെ കഴുകിയതിന് ശേഷം 20 മിനിറ്റ് നേരത്തേക്ക് കുറച്ച് വെള്ളത്തിൽ നല്ല പോലെ കുതിർത്ത് വെച്ചിരുന്നതാണ്. എന്നിട്ട് നല്ല പോലെ നമ്മളത് വാല വെച്ചെടുത്തതാണ് കേട്ടോ. നമ്മൾ കുതിർത്തതിന് ശേഷം അരി വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല, അതിൽ വെള്ളം മാത്രം വാറ്റി കളഞ്ഞാൽ മതി. അതല്ലെങ്കിൽ ചിലപ്പോൾ അരി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് അരിക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാത്രത്തിലേക്ക് ഞാൻ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഇരുന്നെന്ന് വെച്ച് കുഴപ്പമില്ല, നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയുന്നതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നാരങ്ങനീര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണോളം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വേവുമ്പോൾ. ഇനി ഈ വെള്ളം നല്ല പോലെ അങ്ങ് തിളച്ച് വരട്ടെ. വെള്ളം നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇത് കുതിർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ അരി കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വേവിക്കാൻ വെച്ചിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും പണിക്ക് പോയാൽ ചിലപ്പോൾ ഇത് നല്ല പോലെ വെന്ത് ഉടയാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല പോലെ വെന്തൊന്നും ഉടഞ്ഞിട്ടില്ല, നല്ല പോലെ ആവശ്യത്തിനുള്ള വേവിന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതപ്പോൾ കൈ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് വേവിനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് മതിയാകും. നമുക്ക് ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന റൈസിൽ വെള്ളം അങ്ങ് നല്ലപോലെ ഊറ്റിക്കളയണം. അപ്പോൾ ഞാനൊരു പാത്രത്തിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഒഴിച്ചിട്ട് അതിൽ വെള്ളം മൊത്തം അങ്ങ് ഊറ്റിക്കളയണം. അപ്പോൾ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് വേണം കേട്ടോ റൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടാറില്ലേ, ആ ഫ്രൈഡ് റൈസിൻ്റെ പോലെ തന്നെ കിട്ടുള്ളൂ. ഇനി ഇതങ്ങ് നിരത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ചൂടോടുകൂടി നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടി കുക്കാവാൻ സാധ്യതയുണ്ട് അരി. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് കിട്ടില്ല. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് തണുത്ത പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോയതുകൊണ്ട് തന്നെ ഒട്ടും കുക്കാവില്ലായിരുന്നിട്ട്. ഇനി ഇതിൽ വെള്ളം മൊത്തം നമ്മൾ പോയിട്ട് നല്ല പോലെ ഡ്രൈ ആയിട്ട് റൈസ് കിട്ടണം. എന്നിട്ട് വേണം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൈസിൽ വെള്ളം ഒന്ന് വാർന്നു വരുന്ന സമയം കൊണ്ട് ഇതിൽ വെജിറ്റബിൾസൊക്കെ ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. അപ്പോൾ പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിലിന് പകരമായിട്ട് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. ഓയിൽ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ വളരെ സിമ്മിലാക്കി ഇടാൻ ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ ചിലപ്പോൾ ഇടുന്ന വഴിക്ക് അങ്ങ് ചിലപ്പോൾ ഉള്ളിയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1/2 കപ്പോളം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ സാധാരണ സവാള ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞത് ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാകും, ഒരു മീഡിയം സൈസിലുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഓയിലിട്ടിട്ട് 1-2 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ചേർത്തിട്ട് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പോളം വളരെ ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇനി അതേപോലെ തന്നെ ബീൻസും വളരെ കനം കുറച്ച് അരിഞ്ഞത് 1/4 കപ്പോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞാനിപ്പോൾ ഇതിലേക്ക് സെല്ലറിയാണ്, അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് സോസുകളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം സെല്ലറിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. അതായത് നമ്മൾ പച്ചക്കറികളൊക്കെ നല്ല പോലെ നമ്മൾ സാധാരണ കറിക്കൊക്കെ വാട്ടൂലേ, അതേപോലെ ഒന്നും വാടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. നമ്മൾ ചെറുതായിട്ട് പച്ച കടിക്കണം, അതല്ലാണ്ട് ഒരുപാട് വാടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ ചെറുതായിട്ട്.
പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു പുളിപ്പിന് വേണ്ടി വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂണോളം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വിനീഗറാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാ വിനീഗർ ആണെങ്കിലും കുഴപ്പമില്ല, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് പുളിയായാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 നുള്ള് പഞ്ചസാര, അപ്പോൾ വളരെ കുറച്ച് ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് 2 നുള്ള് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നല്ല പോലെ വെള്ളമൊക്കെ നല്ല പോലെ വാർന്ന് പോയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് റൈസ് തട്ടിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഉതിർന്നാണ് കേട്ടോ നമ്മുടെ റൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ ആ ചൂടോടുകൂടി അങ്ങനെ വെള്ളമൊന്നും ഇട്ട് വയ്ക്കാണ്ട് വെക്കുകയാണെങ്കിൽ അതിലിരുന്ന് വെന്തിട്ട് ശരിക്കും ഉടഞ്ഞ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് കിട്ടില്ല. അതല്ലെങ്കിൽ നിങ്ങൾ വാർന്നിട്ടിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ നിരത്തിയിടുകയാണെങ്കിൽ അതിൽ ചൂടൊക്കെ ആറിയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ ചെയ്താലും മതിയാകും. ഇനി ഇത് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അരിയൊക്കെ നുറുങ്ങി പോവാതെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് പെപ്പർ പൗഡർ ആണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു 1.5 ടീസ്പൂണോളം പെപ്പർ പൗഡർ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സമയത്ത് ഇതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ റൈസൊക്കെ നല്ല ഉതിർന്നാണ് കേട്ടോ ഇരിക്കുന്നത്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമുക്ക് ആ വേവുന്നത് നമ്മൾ കറക്റ്റ് പരുവത്തിൽ എടുക്കുക, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരുപാട് വെന്ത് പോയാൽ ഒട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ പോലെ തന്നെ ഒട്ടും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടൂല കേട്ടോ. ഇപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സെല്ലറി തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റും നമ്മുടെ വെജ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ മുട്ട ഒന്ന് കുറച്ച് കുരുമുളക് പൊടി ഉപ്പിട്ടിട്ട് ചിക്കൻ പൊരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എഗ് ഫ്രൈഡ് റൈസ് ആയി. അതേപോലെ തന്നെ ചിക്കനും കുരുമുളക് പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആയി. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം. വ്യത്യസ്ത രീതിയിലുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഈ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വൈറ്റ് കളറിൽ തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.